ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും എന്താണുള്ളത്? സമയം. നട്ടത് എന്തു ചെയ്യാനാണ് ഒരു കാലമുള്ളത്? പറിക്കാൻ. തകർക്കാൻ ഒരു കാലം പോലെ തന്നെ മറ്റെന്തിനാണ് ഒരു കാലമുള്ളത്? പണിതുയർത്താൻ. വിലപിക്കാൻ ഒരു കാലമെങ്കിൽ അതിനു പകരമായി എന്തിനാണ് മറ്റൊരു കാലം? നൃത്തം ചെയ്യാൻ. കല്ലുകൾ പെറുക്കിക്കളയാൻ ഒരു കാലമുണ്ടെങ്കിൽ കല്ലുകൾ എന്തു ചെയ്യാനാണ് വേറൊരു കാലമുള്ളത്? പെറുക്കിക്കൂട്ടാൻ. സൂക്ഷിച്ചു വെക്കാൻ ഒരു കാലം പോലെ എന്തിനാണ് വേറൊരു കാലമുള്ളത്? എറിഞ്ഞുകളയാൻ. കീറാൻ ഒരു കാലം പോലെ എന്തിനാണ് മറ്റൊരു കാലമുള്ളത്? തുന്നാൻ. മൗനം പാലിക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ മറ്റെന്തിനാണ് ഒരു കാലമുള്ളത്? സംസാരിക്കാൻ. യുദ്ധത്തിനൊരു കാലമെങ്കിൽ എന്തിനാണ് അടുത്ത കാലം? സമാധാനത്തിന്. ദൈവം മനുഷ്യമക്കൾക്ക് നൽകിയ ജോലി എങ്ങനെയുള്ളതാണ്? ശ്രമകരം. ദൈവം സമസ്തവും അതതിൻ്റെ കാലത്ത് എങ്ങനെയായിരിക്കത്തക്ക വിധമാണ് സൃഷ്ടിച്ചത്? ഭംഗിയായി. മനുഷ്യ മനസ്സിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ചുള്ള ബോധമാണ്? കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ച്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ ആർക്കാണ് കഴിവില്ലാത്തത്? മനുഷ്യന്. ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് എന്തുണ്ട്? യാതൊന്നുമില്ല. മനുഷ്യൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനബലം ആസ്വദിക്കുകയും ചെയ്യുന്നത് ആരുടെ ദാനമാണ്? ദൈവത്തിൻ്റെ. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ സ്വഭാവം എന്താണ്? ശാശ്വതം. മനുഷ്യർ ദൈവത്തെ എന്തു ചെയ്യുന്നതിനാണ് അവിടുന്ന് കാര്യങ്ങൾ ശാശ്വതമായി ക്രമീകരിച്ചിരിക്കുന്നത്? ഭയപ്പെടുന്നതിന്. കടന്നുപോയ ഓരോന്നിനെയും ദൈവം എപ്പോൾ തിരിച്ചു കൊണ്ടുവരും? യഥാകാലം. സൂര്യനു കീഴെ ന്യായാസനത്തിൽ പോലും കുടികൊള്ളുന്നതായി കണ്ടത് എന്താണ്? തിന്മ. നീതിമാനെയും ദുഷ്ടനെയും വിധിക്കുന്നത് ആരാണ്? ദൈവം. മനുഷ്യമക്കൾ വെറും എന്താണെന്നാണ് അവരെ കാണിക്കാൻ ദൈവം പരീക്ഷിക്കുന്നത്? മൃഗങ്ങൾ. മനുഷ്യനും മൃഗങ്ങൾക്കും പൊതുവായുള്ളത് എന്താണ്? ഒരേ ശ്വാസം, അല്ലെങ്കിൽ മരണം. എല്ലാം എവിടെ നിന്നാണ് ഉണ്ടായത്? എങ്ങോട്ടാണ് മടങ്ങുന്നത്? പൊടിയിൽ നിന്നും പൊടിയിലേക്ക്. മനുഷ്യൻ്റെ പ്രാണം എങ്ങോട്ടാണ് പോകുന്നത്? മേൽപോട്ട്. മനുഷ്യൻ സ്വന്തം പ്രവൃത്തികളെ എന്തു ചെയ്യുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ല, ആസ്വദിക്കുന്നതിന്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട്. സഭാപ്രസംഗകൻ 3:1. അവിടുന്ന് സമസ്തവും അതതിൻ്റെ കാലത്ത് ഭംഗിയായിരിക്കത്തക്ക വിധം സൃഷ്ടിച്ചു. സഭാപ്രസംഗകൻ 3:11. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനബലം ആസ്വദിക്കുകയും ചെയ്യുകയെന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു. സഭാപ്രസംഗകൻ 3:13. എല്ലാം മിഥ്യയാണ്, എല്ലാം ഒരിടത്തേക്ക് പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു. സഭാപ്രസംഗകൻ 3:20. സൂര്യനു കീഴെ ന്യായാധിപ പീഠത്തിൽ പോലും നീതി പുലരേണ്ടിടത്ത് തിന്മ കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു. സഭാപ്രസംഗകൻ 3:16.